ഇന്നലെ വരെ CPIM-എതിരായിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് പ്രചരിപ്പിച്ച് ആഹ്ലാദഭരിതരായിരുന്ന വി.ഡി. സതീശനും അതുപോലെ തന്നെ KC വേണുഗോപാലിനും കോൺഗ്രസ് നേതാക്കന്മാര് UDF നേതാക്കന്മാര് ഈ വാർത്ത പുറത്തു വരുന്ന ആ നിമിഷത്തോടുകൂടി മാറുകയാണ്. എത്ര അവസരവാദപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് നോക്കൂ. എന്താ അവർ പറയുന്നത്? SIT-യിൽ സംശയമുണ്ടെന്ന്. SIT ഇന്നലെ വരെ അംഗീകരിക്കുകയാണ്. അപ്പോൾ അന്വേഷണം കോൺഗ്രസ് നേതാക്കന്മാരായ അടൂർ പ്രകാശൻ ഉൾപ്പെടെയുള്ളവരുടെ നേരെ നീങ്ങുന്നു എന്ന് വരുമ്പോൾ തികച്ചും അവസരവാദപരമായ നിലപാട് സ്വീകരിച്ച് SIT-യെ തന്നെ കുറ്റപ്പെടുത്തുന്ന നിലപാടിലേക്ക് എത്തുന്നു. SIT-യിൽ വിശ്വാസമില്ല, CBI അന്വേഷിക്കണം. ഇതായിരുന്നല്ലോ നിയമസഭാ സമ്മേളനം പൂർണ്ണമായി ബഹിഷ്കരിക്കാനുള്ള കാരണമായിട്ട് പറഞ്ഞത്. അപ്പൊ ആ നിലപാടിൽ നിന്ന് പിന്നെ എങ്ങനെ മാറി? അത് തന്നെയാണ് എന്റെ സംശയം. 2 ദിവസം മുമ്പ് വരെ SIT പുകഴ്ത്തി സംസാരിച്ചു കൊണ്ടിരുന്ന സതീശൻ ഇതെന്താ ഇത്ര പെട്ടെന്ന് ചൂട് മാറ്റാൻ? SIT-യുടെ മീതെ SIT നന്നായിട്ടാണ് അന്വേഷണം നടത്തുന്നത്. ഈ പരാതിയൊന്നുമില്ല. ഇടതുപക്ഷത്തെ നേതാക്കൾക്കെതിരെ SIT നടപടി ഉണ്ടായപ്പോൾ സതീശന്റെ വിലയിരുത്തൽ ഇതായിരുന്നു. പക്ഷേ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമെന്ന വാർത്ത വന്നതോടെ സതീശന്റെ വിധം മാറി. പക്ഷെ അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ട്. അവർ കോടതി നിയമിച്ച ആളുകളാണ്. അവരെ സത്യസന്ധമായി അവരുടെ ജോലി ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മതിക്കുന്നില്ല. CPM പക്ഷപാതികളായ 2 പേരെ ഇപ്പൊ SIT-യിൽ വെച്ചിരിക്കുന്നു. സോണിയാഗാന്ധിക്കൊപ്പം അടൂർ പ്രകാശും സ്വർണം കണ്ട നമ്മുടെ സ്വന്തം ഉണ്ണിക്കിശൻ പോറ്റിയും കട്ടെടുത്ത കനകം കൈക്കലാക്കിയ ഗോവർദ്ധനം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നതോടെയാണ് അടൂരിന്റെ പ്രകാശം മങ്ങാൻ തുടങ്ങിയത്. ഇതോടെയാണ് സതീശനും പ്രകാശനും SIT-ക്കെതിരെ തിരിഞ്ഞത്. ഇപ്പോൾ ഈ ടീമിന്റെ അഭിപ്രായത്തിൽ SIT നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് P. ശശിയാണത്രേ. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ഒരു പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഉവ്വേ, ഈ P. ശശി പറഞ്ഞിട്ടാണല്ലോ പത്മകുമാറിനെ വാസുവിനെ ഒക്കെ SIT ചോദ്യം ചെയ്തതും അറസ്റ്റ് ചെയ്തതുമെല്ലാം. അപ്പോ ഇടതുപക്ഷത്തെ നേതാക്കളെ ചോദ്യം ചെയ്തപ്പോൾ അത് കോടതി നിയമിച്ച SIT, നിങ്ങളുടെ നേതാക്കളെ ചോദ്യം ചെയ്താൽ അത് പിണറായിയും P. ശശിയും നിയന്ത്രിക്കുന്ന SIT. കൊള്ളാം. ഇത് തന്നെയാണല്ലോ ED-യോടുള്ള നിങ്ങളുടെ സമീപനവും. LDF നേതാക്കളെ ചോദ്യം ചെയ്താൽ നല്ല ED, സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്താൽ അത് പ്രതികാര ED. എന്റെ സതീശ, എന്റെ പ്രകാശ, നമിച്ചണ്ണ.